അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ നിലവാരത്തിലത്തെ ആയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഒരു സിനിമ പഴയ കമ്മീഷൻ സിനിമയുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സിനിമ സ്റ്റൈലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇവിടെ പിന്നെ മറ്റാരെങ്കിലും ശിവൻകുട്ടിയോ വേറെ ആരെങ്കിലും ഒരാൾ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും ഒരു മോശമായിട്ട് വർത്താനം സ്നേഹത്തോടുകൂടി അല്ലാതെ പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും പ്രശ്നം? ഇത് ഞാൻ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക, പിടിച്ച് തള്ളിയിട്ട് മാധ്യമങ്ങൾ പഠിപ്പിക്കുകയാണ്. നീ ആരെന്തൊക്കെ ചോദിച്ച് മാധ്യമങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ ഇന്ന മാധ്യമത്തിൻ്റെ പ്രവർത്തകനാണ് എന്ന് ധൈര്യത്തോടുകൂടി പറയുന്നതിനോട് തയ്യാറായിട്ടില്ലല്ലോ. അത് പ്രസ്ഥാനം വന്നു അതിനുശേഷം പ്രസ്ഥാനം വന്നു. പക്ഷെ ആ സ്പോട്ടിൽ വെച്ചിട്ട് അപ്പോൾ ഏതാണ് സ്ഥാപനം ചോദിച്ചപ്പോൾ കൈരളിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു അവഹേളിക്കുന്ന നിലയിൽ ചിരിക്കുകയൊക്കെ ചെയ്ത് ഒരു മോശമായിട്ടുള്ള പെരുമാറ്റം പിന്നീട് ഉണ്ടായത്. പക്ഷേ എന്നാലും പ്രതികരണത്തിൻ്റെ അതിന് ഉതകുന്ന രൂപത്തിലുള്ള തിരിച്ചുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആദ്യമായി അധികാരസ്ഥാനത്ത് വന്നതിൻ്റെ പുറത്തുള്ള ഒരു ഹുങ്കും അഹങ്കാരവും സമനില തെറ്റിയുള്ള പ്രവർത്തനമാണ് അയാൾ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സിനിമയിലല്ലാതെ നാട്ടുകാരെയും ജനങ്ങളെയും സേവിച്ചുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയിട്ടില്ലല്ലോ. അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ അഭിനയിച്ച് കിട്ടുന്ന കാശുകൊണ്ട് ഏതെങ്കിലും ജില്ലയിൽ ചെന്ന് ഏതെങ്കിലും ആൾക്കാർക്ക് ധനസഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിനപ്പുറമായിട്ട് ഒരു ജനകീയ നേതാവെന്നുള്ള നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു ശബ്ദം ഇതുവരെ അദ്ദേഹം ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാത്തോടും പുച്ഛമാണ്. പത്രക്കാരെ പുച്ഛമാണ്, രാഷ്ട്രീയ നേതാക്കന്മാരെ പുച്ഛമാണ്, പിന്നെ എല്ലാവരോടും പുച്ഛമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ള ഒരു മൂലം അദ്ദേഹത്തിന് അറിയില്ല. അതാണ് ഈ പ്രശ്നം മുഴുവൻ. ലേബർ ഇടപെടേണ്ടി വരും, തൊഴിൽ മന്ത്രി ഇടപെടേണ്ടി വരും. ഇടപെട്ടിട്ടുണ്ടല്ലോ. ഞാൻ മന്ത്രിയായ ശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല, ഒരു മറുപടിയും തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുരേഷ് ഗോപി ഉണ്ട്, വേറൊരു കേന്ദ്രമന്ത്രിയുണ്ട്. സുരേഷ് ഗോപി എന്താ ചെയ്തിട്ടുള്ളത്? കുറച്ച് കുട വാങ്ങിക്കൊണ്ട് കൊടുത്തവിടെ. അദ്ദേഹം ഇത്രയൊക്കെ ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പം ധരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ പ്രവർത്തകരെ വിരട്ടി റെഡിയാക്കി ഒരു മൂലയെ കൊണ്ട് ഞാൻ ആക്കും, അങ്ങനെ ഞാനൊരു ധീരനാണെന്നുള്ള ഒരു അവാർഡ് വാങ്ങുക എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇപ്പം ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയോ, ഇനിയിപ്പോൾ നിങ്ങളെയൊക്കെ നിരന്തരമായി വിരട്ടലായിരിക്കും അദ്ദേഹത്തിന് ജോലി. അതുകൊണ്ട് നിങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പോകണമെങ്കിൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചുകൊണ്ട് പോകണം.